ഇറാനിയൻ ജനതയ്ക്ക് അസാധാരണ സന്ദേശം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും ഇറാൻ ഉടനെ സ്വതന്ത്രമാകുമെന്നുമാണ് നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ സന്ദേശം എന്നത് ശ്രദ്ധേയമാണ്. ഇറാനികളോടായുള്ള നെതന്യാഹുവിന്റെ സന്ദേശം ഇങ്ങനെയാണ്: കുലീനരായ പേർഷ്യൻ ജനതയെ, നിങ്ങളുടെ ഭരണകൂടം ഓരോ നിമിഷവും അന്ധകാരത്തിലാണ് നിങ്ങളെ എത്തിക്കുന്നത്. ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അറിയാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉടനീളം യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കുമായിരുന്നു. അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ആണവായുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിക്ഷേപിച്ചിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു നോക്കൂ. ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോട് കൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഈ വാക്കുകളിലെ വാസ്തവികത അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുക, മതതീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ. അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മതം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനും ആചരിക്കാനുമുള്ളതാണ്, അല്ലാതെ ആരുടെയെങ്കിലും തലയിൽ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഇത്തരമൊരു അടിച്ചേൽപ്പിക്കലാണ് ഇറാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന ഇറാൻ ഒരു 45 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. പെൺകുട്ടികളെ ഇങ്ങനെ ഹിജാബിൽ അടച്ചു മൂടിയിട്ടില്ലായിരുന്നു. അവർ മോഡേൺ വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നത്. ഈ മോഡേണിസത്തെയും സെക്യുലറിസത്തെയും ഇറാനിൽ നിന്ന് തുടച്ചു നീക്കിയതിൽ അന്നാട്ടുകാർക്കും പങ്കുണ്ട്. ആയത്തുള്ള ഖൊമേനിയെ തിരഞ്ഞെടുത്ത് അവർ ഇറാനെ ഇസ്ലാമിസത്തിന്റെ എക്സ്ട്രീമിസത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ദുരിതവശം അടുത്തറിഞ്ഞ ഇറാനിയൻ ജനത സെക്യുലറിസത്തിലേക്ക് തിരിച്ചു പോകാൻ നിരന്തരം പോരാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 1976 കാലഘട്ടങ്ങളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ റസ പഹ്ല ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു. ഇറാനെ ആധുനികവത്കരിക്കുന്നതിനായി വൈറ്റ് റവല്യൂഷൻ തന്നെ കൊണ്ടുവന്നു. അതനുസരിച്ച് അദ്ദേഹം ഇറാനെ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്നതും വികസിതവുമായ രാജ്യമാക്കി മാറ്റാൻ ആധുനിക വിദ്യാഭ്യാസത്തിലൂന്നിയ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിലെ IIT-യുടേതുപോലെ നിലവാരമുള്ള ആര്യ മെഹർ യൂണിവേഴ്സിറ്റി, എയിംസിന്റെ നിലവാരമുള്ള മെഡിക്കൽ കോളേജ്, ഇങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് വേഗത്തിൽ വളർച്ച ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ മാറ്റങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. അതുപോലെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതിനുവേണ്ടി സ്കോളർഷിപ്പുകളും നൽകി. അദ്ദേഹം കണക്കുകൂട്ടിയത് ഇറാനിലെ വരും തലമുറ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആധുനിക ചിന്താഗതിക്കാരായ തലമുറയാകണമെന്നാണ്. അന്ന് ഇറാന് അമേരിക്കയുമായി വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം ആയുധം വാങ്ങുന്ന രാജ്യവും ഇറാനായിരുന്നു. 1967 ഇറാനും അമേരിക്കയും ചേർന്ന് അവിടെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററും തുടങ്ങിയിരുന്നു. ഷാ കണക്കുകൂട്ടിയതുപോലെ ഇറാനിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഉണ്ടായി. ഇറാനിൽ സ്പേസ് ഏജൻസി ഉണ്ടാക്കുന്നതിനായി നാസയുമായും ഷാ സഹകരണം ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് 1979 മതനേതാവായ ആയത്തുള്ള ഖൊമേനി കുപ്രസിദ്ധമായ ഇറാനിയൻ റവല്യൂഷനുമായി രംഗത്തു വന്നു. ഇദ്ദേഹം ഉണ്ടാക്കിയ തിരക്കഥയനുസരിച്ച് ഷാ ഒരു US ഏജന്റായി. അദ്ദേഹം ഇറാനിയൻ മതത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മതത്തിന്റെ കാർഡിറക്കി ഇറാനിയൻ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് ഖൊമേനി ഇറാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഷാ തന്റെ ജീവൻ രക്ഷിക്കാനായി US-ൽ ശരണാർത്ഥിയായി. ഈ സമയത്ത് ഖൊമേനിയുടെ സേന ടെഹ്റാനിലുണ്ടായിരുന്ന US എംബസിയിൽ കയറി 50 അമേരിക്കക്കാരെ ബന്ദിയാക്കി. ഇതിൽ രോഷം പൂണ്ട് 1979 US ആദ്യമായി ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഖൊമേനി തന്റെ തെറ്റ് തിരുത്താതെ അമേരിക്ക ആന്റി ഇസ്ലാമാണെന്ന വിധത്തിൽ പ്രചരണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതിനു പുറകെ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ റാഡിക്കൽ ഗ്രൂപ്പിന്, അതായത് ഹിസ്ബുള്ള, IS തുടങ്ങിയ ഗ്രൂപ്പിന് പിന്തുണയും സാമ്പത്തിക സഹായവും ചെയ്യാൻ തുടങ്ങി. ഏതായാലും ഖൊമേനിയുടെ ഷിയ സുന്നി വേർതിരിക്കലും മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കലും കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ചുറ്റുമുള്ള ഒരു മുസ്ലിം രാജ്യത്തെ ജനങ്ങൾക്കും സമാധാനമായി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഇറാന്റെ അപകടകരമായ ഈ നീക്കം കാരണം US അന്ന് മുതൽ ഇറാന് നേരെ ന്യൂക്ലിയർ ഉപരോധം, ഓയിൽ ഉപരോധം, അങ്ങനെ പല വിധത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടുണ്ടായ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അവിടുത്തെ ജനതയാണ്. ഖൊമേനിയുടെ വരവോടുകൂടി ഇറാനിൽ ശരിയാ നിയമങ്ങൾ നടപ്പിൽ വരുത്തി. അതോടെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് യാത്ര ചെയ്യാനോ പോകാനോ പാടില്ലെന്നായി.
ബസ്സിലും ട്രെയിനിലും വെവ്വേറെ സംവിധാനം ഒരുക്കി. അങ്ങേയറ്റം സ്ത്രീകൾക്ക് പ്രത്യേക പാർക്കും വന്നു. സ്ത്രീ പുരുഷന്മാർക്ക് അന്നാട്ടിൽ ജീവിക്കാൻ ഡ്രസ് കോഡും വന്നു. ഇസ്ലാമിക നിയമങ്ങളൊക്കെ ആൾക്കാർ ശരിക്കും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മോറൽ പോലീസിനെയും നിയമിച്ചു. അതോടൊപ്പം ശരിയായ നിയമങ്ങൾ ആരെങ്കിലും തെറ്റിക്കുന്നോ എന്ന് നോക്കാനായി മുക്കിനും മൂലയിലും ക്യാമറയും സ്ഥാപിച്ചു. എന്തെങ്കിലും പിഴവ് വരുത്തുന്നവർക്ക് നേരെ ജയിലിലേക്ക് പോകാം. എന്നാൽ സ്വന്തം കാര്യത്തിൽ ഇത് ബാധകമല്ല കേട്ടോ. ഈ അടുത്താണ് ഖൊമേനിയുടെ ചെറുമകൾ കുട്ടിക്കുപ്പായത്തിൽ യൂറോപ്പിൽ അടിച്ചു പൊളിക്കുന്ന വീഡിയോ വൈറലായത്. ഇവിടെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് സാധാരണക്കാർ, ഭരണത്തിലിരുന്ന് എല്ലാ സുഖവും അനുഭവിക്കേണ്ടത് ഭരണാധികാരികൾ. അപ്പോൾ ഈ മതനിയമങ്ങളൊക്കെ ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലിരിക്കാനുള്ള കപടമുഖം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഖൊമേനിയുടെ തീവ്ര മതചിന്ത കൊണ്ട് സർവ്വ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിരുന്ന ഇറാനിയൻ ജനത കഴിഞ്ഞ 45 വർഷം കൊണ്ട് വശം കെട്ടു എന്നല്ലാതെ രാജ്യത്തിന് സാമ്പത്തികമായോ സാങ്കേതികമായോ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ തൊഴിലില്ലായ്മയിലും പട്ടിണിയിലും യുദ്ധക്കെടുതിയിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫോറിൻ റിലേഷൻസും അവതാളത്തിലാണ്. ഖൊമേനിക്കെതിരെയുള്ള സ്ത്രീകളുടെ ശക്തമായ എതിർപ്പ് പുറം ലോകമറിഞ്ഞത് 22 വയസ്സുകാരിയായ മഹസ അമീന്റെ നിലപാടിലൂടെയാണ്. ഇറാനിയൻ ഡ്രസ് കോഡിനനുസരിച്ചല്ല ഹിജാബ് അണിഞ്ഞത് എന്ന് പറഞ്ഞാണ് മോറൽ പോലീസ് മഹസയെ പിടികൂടുന്നത്. ഹിജാബ് ഇട്ടത് ശരിയാകാത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഇതോടെ ശരിയാ നിയമങ്ങളുടെ പിടിയിൽപ്പെട്ട് ശ്വാസം മുട്ടിയിരുന്ന ഇറാനിയൻ ജനത പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി. പ്രത്യേകത എന്തെന്നാൽ ഈ സമരങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിന്നത് സ്ത്രീകളായിരുന്നു. ഈ പ്രതിഷേധ സമരങ്ങളെ തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് സ്കൂൾ കുട്ടികളും. ഡെത്ത് ടു ഡിക്റ്റേറ്റർ സ്ലോഗൻ വരെ അവർ ഉയർത്തി. മുടിമുറിച്ചും ഹിജാബ് കത്തിച്ചും അവർ പ്രതിഷേധിച്ചു. ഇതിനു പുറകെ ക്ലെറിക് ടർബൻ ഓഫ് പ്രൊട്ടസ്റ്റും ആരംഭിച്ചു. സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച ഈ പ്രതിഷേധത്തിൽ ഇറാനിലെ മതനേതാക്കളുടെ തലപ്പാവ് തട്ടിത്തെറിപ്പിക്കലാണ് അവിടുത്തെ യുവജനങ്ങൾ ചെയ്തത്. ഇവിടുത്തെ നിയമം അനുസരിച്ച് മതനേതാക്കൾക്ക് മാത്രമേ ഈ തലപ്പാവ് ധരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. മതനേതാക്കളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം കൊള്ളേണ്ടിടത്ത് കൊണ്ടു. ഇറാൻ കഴിവിന്റെ പരമാവധി യുവജനങ്ങളെ ദ്രോഹിച്ചാണ് ഈ സമരമുറകൾക്ക് താത്കാലിക ശമനം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തെന്നാൽ ഇസ്ലാം ജനങ്ങളിലേക്ക് നിർബന്ധമായി അടിച്ചേൽപ്പിച്ചതുകൊണ്ട് തന്നെ ആൾക്കാർ പള്ളികളിലേക്കും പോകാതായി. അവിടുത്തെ മുതിർന്ന മതപണ്ഡിതന്മാർ വെളിപ്പെടുത്തുന്നതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന 75,000 പള്ളികളിൽ ഏതാണ്ട് 50,000-ഓളം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. ഈയൊരു നിർണായക ഘട്ടത്തിലാണ് നെതന്യാഹു പുതിയ വാഗ്ദാനമായി രംഗത്തെത്തിയത് എന്നത് ശ്രദ്ധേയം. നെതന്യാഹു നൽകുന്ന ഉറപ്പ് ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിലായിരിക്കുമെന്നുമാണ്. നമ്മുടെ 2 പുരാതന ജനത, ജൂത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും. ഇസ്രായേലും ഇറാനും സമാധാനത്തിലായിരിക്കും, നെതന്യാഹു കൂട്ടിച്ചേർത്തു.